പൂനെയില് ഒരു പാർക്കില് അല്ലെ പാർക്കോ എന്തോ ഫുട്പാത്ത് എന്തോ ആണ്, അവിടെ 2 മുസ്ലിം സ്ത്രീകൾ നിസ്കരിക്കുന്ന വീഡിയോ ആട്ടോ നമ്മളിപ്പോൾ കണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല, നമ്മളപ്പുറത്ത് കൂടെ നടക്കും അല്ലേ. ഒരു പൂജ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യോ? ഒന്നുമില്ല, നമ്മളപ്പുറത്ത് കൂടെ നടന്നു പോകും. പൂജ ചെയ്യുന്നവർ പൂജ ചെയ്യും, നിസ്കരിക്കുന്നവർ നിസ്കരിക്കും, അങ്ങനെ അങ്ങ് പോകും. പക്ഷേ പൂനെയിൽ അങ്ങനെയല്ല. പൂനെയിൽ ചില പ്രത്യേക ഇടങ്ങളിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ശുദ്ധികലശം ചെയ്യണം എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ശുദ്ധികലശം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഒരു തീവ്ര ഹിന്ദുത്വവാദികളായിരിക്കില്ലേ ശുദ്ധികലശം ചെയ്യുന്നത്, നിസ്കരിക്കുന്നത് കണ്ടോണ്ടേ. അപ്പം നല്ല രീതിയിൽ അവിടെ അടിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവന്മാർ ചെയ്ത ശുദ്ധികലശം കാണും. ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് തളിക്കുന്നത് പനിനീരൊന്നുമല്ല കേട്ടോ, പശുമൂത്രമാണ്. അതെ, ഗോമൂത്രം വെച്ചിട്ടാണ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് ശുദ്ധികലശം ചെയ്തത്. ഈ വാണങ്ങളൊക്കെ എന്ത് പറയാം? ആ ഗോമൂത്രം തളിക്കുന്നു, അത് കുടിക്കുന്നു, നക്കുന്നു, എന്നിട്ട് അവിടെ ശുദ്ധികലശം ചെയ്ത് പോയി അതിന് ശേഷം ആ സ്ഥലം മണത്തിട്ട് നിൽക്കാനും പറ്റാത്ത അവസ്ഥയിലാണ്. വല്ലാത്തൊരു ശുദ്ധികലശമായി പോയി. ബാക്കിയോടെ കാട്. ഈ കുരുപ്പുകളോടൊക്കെ എന്ത് പറയാനല്ലേ, കഷ്ടം.